ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം രുക്മിണി സത്യഭാമ സമേത ഓം ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇവിടെ 194 സർഗം, അതായത് കുചേലചരിതം ഭാഗം 5 23ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുള്ളത്. അതേതാണ്? പ്രസാദം ഇതു ഞങ്ങൾക്കും ഉറക്കെ ചൊല്ലി വാങ്ങിനാൽ സുഖമാർന്നവിടം കാണാൻ അന്ന് ബ്രാഹ്മണോത്തമൻ. ഒരു പിടി അവില് ഭഗവാൻ വാരിക്കഴിച്ചു. രണ്ടാമത്തെ പിടി വാരിയപ്പോൾ സ്വകാര്യമായിട്ട് കൃഷ്ണനോട് പറഞ്ഞു, ഇന്ദ്രന് ഉള്ളതിനേക്കാൾ ജാസ്തി ഐശ്വര്യം ഇപ്പോൾ ഈ കുചേല ബ്രാഹ്മണന് എത്തിക്കഴിഞ്ഞു, അത് മതി. ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ പ്രസാദമായിട്ട് അനുഭവിച്ചോളാം എന്നുറക്കെ പറഞ്ഞു. അത് ശരിക്കും ശ്രദ്ധിച്ചറിയാം. പ്രസാദം ഇതു ഞങ്ങൾക്കും ഉറക്കെ ചൊല്ലി വാങ്ങിനാൽ. അപ്പം മെല്ലെ എന്താ പറഞ്ഞത്? അതിൻ്റെ മുകളിലത്തെ കേട്ടാലേ അറിയുള്ളൂ. തൃക്കൺ പാർത്തിയിടിൽ അവിടേക്ക് എത്രയും തൃപ്തിയാം വിധം മികവും പരവും സർവസമ്പത്തിനും ഇതേ മതി. അതാണ് മെല്ലെ പറഞ്ഞത്. അപ്പോൾ 21ാമത്തെ ശ്ലോകം പറഞ്ഞാലേ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്താ? ഒപ്പം കഴിഞ്ഞു പിന്നീടും എടുത്ത് ഉണ്മാൻ തുടങ്ങവേ തടഞ്ഞു വിപ്രൻ കേൾക്കാതെ മെല്ലവേ ചൊല്ലി രുക്മിണി തൃക്കൺ പാർത്തിയിടിൽ അവിടേക്ക് എത്രയും തൃപ്തിയാം വിധം ഇഹവും പരവും സർവസമ്പത്തിനും ഇതേ മതി. പ്രസാദം ഇതു ഞങ്ങൾക്ക് ഉറക്കെ ചൊല്ലി വാങ്ങിനാൽ സുഖമാർന്നവിടം കാണാൻ അന്ന് ബ്രാഹ്മണോത്തമൻ എന്ന് പറഞ്ഞു നിർത്തി. ഇനി നമ്മൾക്ക് 24ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഓർത്താൻ മുകുന്ദ സാമീപ്യം മോക്ഷത്തെക്കാളും ഉത്തമം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹൃദയമധ്യത്തിൽ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ ഒരു തേജോപുഞ്ചമായിട്ട് സാക്ഷാൽ ബ്രഹ്മസ്വരൂപൻ, സാക്ഷാൽ ശ്രീഹരി, സാക്ഷാൽ ശ്രീകൃഷ്ണൻ വാഴുന്നുണ്ട്. ഇതറിഞ്ഞാൽ ആത്മാരാമത്വം മോക്ഷത്തിനേക്കാൾ വലുതാണ്. ജീവനുള്ളപ്പോഴല്ലേ ബ്രഹ്മത്തിന് പ്രകടമാവാൻ പറ്റൂ. അപ്പം നമ്മൾ വായുവായിട്ടോ വെള്ളമായിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താണെന്നാ പറയുക, സാക്ഷാൽ വൈകുണ്ഠത്തിൽ ലയിച്ചാലും ഈ ഒരു സുഖം കിട്ടുമോ? കിട്ടില്ല. അപ്പം മോക്ഷത്തിനേക്കാൾ വലുതാണ് ഭക്തി, ശുദ്ധഭക്തി. ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ എനിക്കെന്നും എൻ്റേതെന്നുമുള്ള ധാരണ ഉണ്ടാവരുതെന്നാണ്. ശുദ്ധമുള്ള ഭക്തിയാണ് ദീപസ്തംഭം തെളിയിക്കുക, അല്ലെങ്കിൽ വ്യവഹാരത്തിൽ അതിൽ ഈശ്വരൻ ഒരു സാക്ഷി മാത്രമാണ്. നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിച്ചു, നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു, അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടി. പക്ഷെ മോക്ഷമായില്ല. മോക്ഷം അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അപ്പോൾ തമോ ഗുണ രജോ ഗുണ പ്രധാനമായിട്ടുള്ള ഭക്തിയിൽ നമ്മൾ കുടുങ്ങരുത്. സംശുദ്ധ ഭക്തി അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവണം. ഓർത്താൻ മുകുന്ദ സാമീപ്യം മോക്ഷത്തെക്കാളും ഉത്തമം മോദിനാൻ തൻ പ്രിയപ്പെട്ട ചങ്ങാതിയോടുമല്ലവേ. കുചേലൻ മെല്ലെ പറഞ്ഞു, എത്രയോ ഭാഗ്യവാന്മാർ നിൻ തൃപ്പാദ സരസീരുഹം, എത്രയോ ഭാഗ്യവാന്മാർ നിൻ തൃപ്പാദ സരസീരുഹം സേവിച്ചു ജന്മസാമ്പല്യം മാർന്നീലേ വിശ്വഭാവന. ചെറിയ ആളല്ല കൃഷ്ണൻ, വിശ്വഭാവന. അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളെ കൊണ്ടാണ് ഈ വിശ്വം നടന്നുകൊണ്ടിരിക്കുന്നത്.
അസംഖ്യം പേരിൽ എൻ നാഥൻ അലിവേന്തി അനുഗ്രഹം അളവറ്റ വിധം വാരി പതിവല്ലയോ. അസംഖ്യം പേരിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും ആൾക്കാരിലെ എൻ നാഥൻ എൻ്റെ എല്ലാമായിരിക്കുന്ന അങ്ങ് അലിവേന്തി അനുഗ്രഹം അളവറ്റ വിധം ആർക്കും കോരി നിർണയിക്കാൻ പറ്റില്ല. അളവറ്റ വിധം വാരി വർഷിക്ക പതിവില്ലയോ. നിൻ തൃപ്പദാംബുജ പ്രേമം ഇനിയെങ്കിലും മാവിധം വളർന്ന് മിന്നുവാൻ കൃഷ്ണ കടാക്ഷമരുളീടണം. അപ്പം എന്തേ കുചേലബ്രാഹ്മണൻ പ്രാർത്ഥിച്ചത്? അസംഖ്യം പേരിൽ എൻ നാഥൻ അലിവേന്തി അനുഗ്രഹം അളവറ്റ വിധം വാരി വർഷിക്ക പതിവില്ലയോ. നിൻ തൃപ്പദാംബുജ പ്രേമം ഇനിയെങ്കിലും, ഇതുവരെ നടന്നത് പോരാ, ഇനിയെങ്കിലും നിൻ തൃപ്പദാംബുജ പ്രേമം ഇനിയെങ്കിലും മാവിധം വളർന്നു മിന്നുവാൻ കൃഷ്ണ കടാക്ഷമരുളീടണം. ഗുരുഗേഹത്തിൽ നിന്ന് അമ്പാർന്ന് അരുളി ചെയ്ത മാതിരി എൻ പ്രഭുവിന് ഏതും നഷ്ടമില്ല വരാനതിൽ. അങ്ങയ്ക്ക് ശുദ്ധഭക്തിയുള്ളവരെ അനുഗ്രഹിച്ചതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ലാതാ കുചേലൻ്റെ കണക്ക് കൂട്ടൽ. കാരണം അവ്യ എന്നുള്ളൊരു വാക്കുണ്ട്, വ്യയമില്ലാത്തവൻ. എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. ഗുരുഗേഹത്തിൽ നിന്ന് അമ്പാർന്നി അരുൾ ചെയ്ത മാതിരി എൻ മഹാപ്രഭുവിനേതും നഷ്ടമില്ല വരാനതിൽ. ഈ വണ്ണം ഭാവി കാലത്തേക്കൊരു ഭക്തശിഖാമണി ഉണ്ടാവത് അവിടുത്തേക്കും വലുതാം ലാഭമല്ലയോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം, ഈ വണ്ണം ഭാവി കാലത്തേക്കൊരു ഭക്തശിരോമണി ഉണ്ടാവത്. ഭക്തന്മാരിൽ ഒരു ശ്രേഷ്ഠൻ ഉണ്ടാവണമെന്ന് അങ്ങേക്ക് ലാഭമല്ലേന്നാ. ഈ ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ. അപ്പോൾ ഈശ്വരൻ കടാക്ഷിച്ചത് കൊണ്ട് ഞാൻ ആശ്രയമായിട്ട് പോവില്ല, ഞാൻ ശുദ്ധഭക്തിയിൽ അറിയപ്പെടും. അപ്പോൾ അത് അങ്ങയുടെ ശ്രേഷ്ഠതയ്ക്കും ഉപകാരമെന്നാണ് പറഞ്ഞത്. ഈ വണ്ണം ഭാവി കാലത്തേക്കൊരു ഭക്തശിഖാമണി ഉണ്ടാവത് അവിടുത്തേക്കും വലുതാം ലാഭമല്ലയോ. കൈ പിടിച്ചോതിനാൻ കൃഷ്ണൻ ഞാനേകാറുണ്ടതെപ്പോഴും. ഞാനേ അങ്ങനെ ചെയ്തു വരുന്നുണ്ട് അങ്ങയ്ക്ക് കൂടി. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കൂടിക്കാഴ്ച. അതാ കൈ പിടിച്ചോതിനാൻ കൃഷ്ണൻ ഞാൻ ഏകാറുണ്ടത് എപ്പോഴും. ഭഗവാൻ ഈ വിധം തൻ്റെ പരിചര്യകൾ ചെയ്യുകയാൽ ഭഗവാൻ ഈ വിധം തൻ്റെ പരിചര്യകൾ ചെയ്യുകയാൽ ഉടൻ മടങ്ങിയിടണം എന്നോർത്തു. അതായത് കുചേലൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. കാരണം അത്രയും നിഷ്കാമമായിട്ടാണ് ഭഗവാനെ ഇദ്ദേഹം ഉപചരിക്കുന്നത്. അത് തടസ്സം വരാൻ പാടില്ല. ഉടൻ മടങ്ങിയിടണം എന്നോർത്തോ ഭക്തശിഖാമണി പെറ്റേന്നു കാലത്തു കുളിച്ച് അംബുജാക്ഷനോട് അമ്പോടും. ഈ ഒരു വിചാരധാരയിൽ ശ്രീകൃഷ്ണ പ്രേമം മുറ്റിയിട്ടുള്ള തൻ്റെ ധ്യാനനിരതമായ ഭക്തിയുടെ ഉദാത്തമായ അവസ്ഥയിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ ഇങ്ങോട്ടുള്ള യാത്രയും ഭഗവാന്റെ ഉപചാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഉറക്കം കഴിഞ്ഞു. ഇനി കുളിച്ചു, ഊത്തൊക്കെ കഴിച്ചു, തർപ്പണാദികളൊക്കെ കഴിഞ്ഞു, ഭഗവാനെ കണ്ടു, നമസ്കരിച്ചു, എന്നാൽ ഞാൻ ഇറങ്ങാണ് പറഞ്ഞു അദ്ദേഹം. അതാണ് ഉടൻ മടങ്ങിയിടണം എന്നോർത്തോ ഭക്തശിഖാമണി പെറ്റേന്നു കാലത്തു കുളിച്ച് അംബുജാക്ഷനോട് അമ്പോടും യാത്ര ചൊല്ലി പുറപ്പെട്ടാൻ. ആനന്ദാകുലമാനസൻ, മനസ്സിൽ ആനന്ദാകുലമാനസൻ, ഒട്ടും വൈഷമ്യമില്ല. ഞാൻ എന്തിനാ വന്നത്? ഞാൻ ധനം ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെന്താ, ഞാൻ ഇന്നലത്തെ മാതിരി തന്നെയല്ല ഇന്നും. ഭഗവാന്റെ മുമ്പിൽ എനിക്ക് 1/2 മാർക്ക് കുറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അതാണ് ശുദ്ധഭക്തി.
യാത്ര ചൊല്ലി പുറപ്പെട്ടാൻ ആനന്ദാകുലമാനസൻ അത്യാദരത്തോടും പ്രാതൽ കഴിപ്പിച്ചു മഹാപ്രഭു. വഴി നിങ്ങൾ നടക്കേണ്ടതല്ലേ. അത്യാദരത്തോടും പ്രാതൽ കഴിപ്പിച്ചു മഹാപ്രഭു. അന്വേഷണം പത്നിയോടും അറിയപ്പതിനോദിയും. എന്നാ അവരിങ്ങനെ വിളിക്കൂ, ഞാൻ സംസാരിക്കാന്നല്ല, ഞാൻ ഇറങ്ങിയെന്ന് അവരോട് പറയണം കേട്ടോ. ആരോടാ പറഞ്ഞത്? മഹാലക്ഷ്മിയോട്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള വിദർഭപുത്രിയോട് പറയുന്നു. ഈ ഒരു സെൻറ്റൻസിൻ്റെ ഗരിമ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മഹാലക്ഷ്മീനെ സ്തുതിക്കണില്ല. അന്ന് ഗോലോകത്ത് എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണല്ലോ. അവർ കണ്ടുവല്ലോ വാരി കഴിക്കണത്. സ്വകാര്യം പറയുകയും ചെയ്തില്ലേ? ഇന്ദ്രനേക്കാൾ സമാനമായിട്ടുള്ള ഐശ്വര്യം ഇഹത്തിലും പരത്തിലും അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇത് ഞങ്ങൾക്ക് പ്രസാദമായിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയിപ്പിച്ചില്ലേ? അതല്ലേ ശുദ്ധഭക്തിയുടെ മാനദണ്ഡം. ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് നമ്മൾ ഗുരുവായൂർ പോണത്? നിങ്ങൾ നെയ്റോസ്റ്റ് കഴിച്ചോളൂ, മസാല ദോശ കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭഗവാനോടൊന്നും ചോദിക്കരുത്. കാരണം അദ്ദേഹം സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. അപ്പോൾ അന്വേഷണം പത്നിയോടും അറിയിപ്പതിനോദിയും ആത്മാവിനെ പോലും മലിഞ്ഞേകും വിഷേകപാലകൻ. ആത്മാവിനെ പോലും അലിഞ്ഞേകം വിഷേകപാലകൻ. പിന്നാലെ ചെന്ന് വന്നിച്ചും. അതാണ് ആദിത്യ മര്യാദ. വന്ന ആൾ എത്ര ചെറിയ ആളാണെങ്കിലും അതിഥി ദേവോ ഭവ. പോവുമ്പോൾ പടി വരെ ഗൃഹനാഥൻ ഒപ്പം പോകണം. ആ ആളേനെ യാത്ര ചെയ്യണം. പിന്നാലെ ചെന്ന് വന്നിച്ചും തൊഴുതുകൊണ്ടെന്ന് കൂടി അവിടെ ഉണ്ട്. കൊണ്ടയച്ചാൻ ദ്വിജേന്ദ്രനെ നൽകിയില്ല അച്യുതൻ ചെറ്റും ധനം യാചിച്ചുമില്ല ഞാൻ. എനിക്കൊരു നയാ പൈസ അദ്ദേഹം തന്നതുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല എന്നുള്ളതാ. അല്ലെങ്കിൽ അവിടത്തോട് ഈ വക യാചിപ്പതെങ്ങനെ? ശുദ്ധഭക്തി ചോദിക്കാന്നല്ലാണ്ട് എനിക്ക് ധനം വേണമെന്ന് എങ്ങനെ ചോദിക്കുക? അത് എൻ്റെ സ്റ്റാൻഡേർഡിന് മോശമാണെന്നാണ് പറഞ്ഞത്. വിശേഷ ബുദ്ധിയുള്ളവർക്ക് അത് ആവതല്ല ഒരു കാലവും. ഇത് അണ്ടർലൈൻ ചെയ്യൂ. വിശേഷ ബുദ്ധിയുള്ളവർക്ക് അത് ആവതല്ല ഒരു കാലവും. അപ്പോൾ അമ്പലത്തിൽ പോയി എനിക്ക് ധനം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയുന്നവർക്ക് ബുദ്ധിയില്ല എന്നാണ് വ്യാസർ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഞാനൊരു പാരാമീറ്റർ തന്നു, നിങ്ങൾ സ്വയം വളർന്നോളൂ, എന്താ വെച്ചാൽ തീരുമാനിച്ചോളൂ. ഭഗവാന്റെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ ഭഗവാനെ ഹൃദയപത്മത്തിൽ വെച്ച് ആരാധിക്കുന്നവരൊന്നും എനിക്ക് ഇന്നത് വേണമെന്ന് പറയരുത്. ഭഗവാനോടുള്ള രതി നടക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ വലിയ കാര്യം എന്താ? ധനവാന്മാർക്ക് അതില്ല, അതുകൊണ്ടാണ് അവർ ചോദിക്കണത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ തുല്യ തൂക്കത്തിനനുസരിച്ച് ഞാൻ ഇളനീര് തരാം, ഞാൻ സ്വർണം തരാം എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയോ കണ്ട് പേടിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ശുദ്ധഭക്തി ഉള്ളവന് അതിൻ്റെ ആവശ്യമില്ല. പ്രഹ്ലാദൻ അന്നരുളിനാൻ നാഥനോട് എത്ര വാസ്തവം. പ്രഹ്ലാദൻ അന്ന് ഭഗവാനോട് പറയുണ്ടായി. എന്താ പറഞ്ഞത്? മഹാപ്രഭുവിനെ പറ്റി എന്തോതിടും പതിവ്രത. മഹാപ്രഭുവിനെ പറ്റി, ഈശ്വരനെ പറ്റി ഞാൻ എന്തു പറയാനാണ്? പതിവ്രത അതോർത്തോ വിശ്വനാഥൻ്റെ സന്നിധാനത്തിൽ ഇനി എൻ്റെ ഭാര്യ പറഞ്ഞതൊന്നും ഞാൻ ചെയ്തില്ല, അത് സാരമില്ല, അവൾക്ക് എന്നെ നന്നായിട്ട് അറിയും. അപ്പോൾ മഹാപ്രഭുവിനെ പറ്റി എന്തോതിടും? പതിവ്രത അതോർത്തോ വിശ്വനാഥൻ്റെ സന്നിധാനത്തിലാവിധം ദുരാശ ഉളവാക്കിയിടും മായാശക്തി മഹാശയൻ. ഭഗവാന്റെ സവിധത്തിൽ കൈകൂപ്പി എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞത് മായാശക്തിയാണെന്നാണ്. മായയെ അതിജീവിച്ച ഒരാൾക്ക് ഭഗവാനോടൊന്നും ചോദിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലാവുന്നത്? മായയുടെ പ്രബലത കൊണ്ടാണ് നമ്മൾ യാചിക്കുന്നത്. നമ്മൾ യാചിക്കേണ്ടവരല്ല. സ്വതസിദ്ധമായ രീതിയിൽ ഇരുന്നാൽ മതി, വേണ്ടതൊക്കെ വന്നോളും. അപ്പോൾ
ചിന്തിക്ക മൂലമോ അപ്പം മായാശക്തി ദുരാശയുളവാക്കിയിടും. മായാശക്തി മഹാശയൻ ചിന്തിക്ക മൂലമോ ലജ്ജയാർന്നാനിത്തിരി എങ്കിലും ഉടൻ താൻ അകന്ന് ഉള്ളം തെളിഞ്ഞ് അത്യന്തഭാഗ്യവാൻ. എന്തൊക്കെ വിശേഷണങ്ങൾ വേണം? ചിന്തിക്ക മൂലമോ അറിയില്ല, ലജ്ജയാർന്നാൻ ഇത്തിരി എങ്കിലും ഉടൻ താൻ അത് അകന്ന് ഉള്ളം തെളിഞ്ഞ അത്യന്തഭാഗ്യവാൻ. ഉള്ളം തെളിഞ്ഞാൽ എല്ലാം രക്ഷപ്പെട്ടു. ഉള്ളം തെളിയാത്തത് കൊണ്ടാണ് എനിക്ക് അത് വേണം ഇത് വേണം നമ്മൾ പറയുന്നത്. ഭഗവത് സന്നിധാനത്തിൽ അത്തരം ധനകൗതുകം, ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ധനത്തിന് ആശയുണ്ട് എന്ന് പറഞ്ഞത് ഉദിച്ചീടായ്വാൻ. അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഉദിച്ചീടായ്വാൻ, ഉദിക്കരുത്. അങ്ങനെ ഒരു ആഗ്രഹം ഉദിക്കരുത് എന്നാണ് പറഞ്ഞത്. ഭഗവത് സന്നിധാനത്തിൽ അത്തരം ധനകൗതുകം ഉദിച്ചീടായ്വാൻ അവിടുന്നരുളും കൃപ തന്നെയാം. ഭഗവാന്റെ കൃപ ഉള്ളവർ ഭഗവാന്റെ അടുത്ത് പോയിട്ട് എനിക്കത് വേണം ഇത് വേണമെന്ന് പറയില്ല. ഭഗവാന്റെ കൃപ ആഗ്രഹിച്ചാലും കിട്ടാത്തവർ പോയിട്ട് പറയും എനിക്കത് വേണം ഇത് വേണം. അപ്പോൾ ഭഗവാനാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ആര് എത്രത്തോളം ഭക്തിയുള്ളവനാണ് അവനെ കൊണ്ട് ഭഗവാൻ ഒന്നും ചോദിപ്പിക്കില്ല, എല്ലാം കൊടുക്കും. ശുദ്ധഭക്തിയുടെ ഉടമയാവാത്തോടത്തോളം കാലം മായ കൊണ്ട് അവനെ ഭ്രമിപ്പിക്കും. ചോദിച്ചോളൂ. അപ്പോൾ എനിക്ക് ഇപ്പോൾ 15 ലക്ഷത്തിൻ്റെ കാറാണ്, അതൊരു 1.5 കോടിയുടെ ആവണം. ആകവാ, താനൊരു യൂട്യൂബർ ആയിക്കോളൂ. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അവൻ കുറച്ച് അശ്ലീല ചിത്രങ്ങളൊക്കെ ഇട്ട് മസാലയാക്കും. അത് 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ടാവും. അവൻ വലിയ കോടീശ്വരനായി. പിന്നെ അവൻ്റെ അടുത്തേക്ക് അവന് സ്വപ്നത്തിൽ കൂടി ശുദ്ധഭക്തി ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ ശിക്ഷിച്ച് രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തലയ്ക്കൊരു കിഴുക്കും. അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ശുദ്ധഭക്തൻ പെരുമാറിയില്ല വിചാരിക്കുക. ഒരു പോക്കിരത്തരം മാറ്റാൻ അദ്ദേഹത്തിൻ്റെ ഒരു കൗമുദി പറഞ്ഞൊരു ഗതയുണ്ട്. അതുകൊണ്ടൊരു മേട്ടം വേണം. ഇരിക്കുക. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അടി സഹിക്കാൻ പറ്റില്ല. അതൊക്കെ നിയന്ത്രിക്കണമെന്ന് ഭഗവാനാണ്. അപ്പോൾ ഈ വണ്ണം ഉള്ളിൽ ഊറിയിടും എത്ര ദുരാശയാം. ഇങ്ങനെ എത്ര ആൾക്ക് എന്തൊക്കെ ദുരാശയങ്ങൾ വരണ്ടേ. അകറ്റി രക്ഷിച്ചിടുവൻ. ആ ദുരാശകളെ അകറ്റി രക്ഷിച്ചിടുന്നത് അപാര കരുണാംബുതി. അപാരം, അതിർത്തികളില്ലാത്ത കരുണ തരുന്ന ഭഗവാന് മാത്രമേ നമ്മളെ കൊണ്ട് ദുരാശയങ്ങൾ പ്രകടിപ്പിക്കാൻ സമ്മതിക്കാതെ കൊണ്ടിരിക്കുള്ളൂ എന്നാണ്. ഭഗവത് സവിധത്തിൽ ഭഗവാനോട് ദുരാശയങ്ങളെ പ്രകടിപ്പിക്കാതെ കണ്ട് ഇരിക്കാൻ ഭഗവാൻ കൗശലം കാണിക്കുന്ന അത് ഭക്തിയുടെ മഹാത്മ്യമാണ്. പക്ഷേ കൃഷ്ണാനുഗ്രഹം ഈ വണ്ണം ഒന്നും ചോദിക്കാതെ കണ്ട് അവിടുന്ന് മടങ്ങിയല്ലോ. അതാണ് കൃഷ്ണാനുഗ്രഹം ഈ വണ്ണം ഓർത്ത് ആനന്ദ നിർവൃതൻ. ഭഗവാൻ എന്നെ രക്ഷിച്ചു. എൻ്റെ വാമഭാഗം എത്ര പ്രാവശ്യമായി പറയുന്നു, ഒന്ന് പോയി കാണൂ. അതിനാവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് എന്താ അറിയാത്തത്? അപ്പോൾ അദ്ദേഹവും ഞാനും മഹാലക്ഷ്മിയും കൂടിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഞാൻ ഗോലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ദാസനായിട്ടിരിക്കുമ്പോൾ ഭഗവാനെ കേശാദിപാദം പാദാദികേശം ഞാൻ ഭജിക്കാറുണ്ട്. മാറിൽ വരുമ്പോൾ ഞാൻ മഹാലക്ഷ്മീനെ അവഗണിക്കാറ് പതിവുണ്ട്. അതിൽ കുപിതയായ മഹാലക്ഷ്മി എന്നോട് പറഞ്ഞു, ഇതിന് ഞാൻ എന്നോട് പകരം ചോദിക്കും. അങ്ങനെയാണ് എനിക്ക് ഈ ജന്മം കിട്ടിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയാണ്. ഭഗവാൻ ആനന്ദ നിർവൃതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകുമാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ വാമഭാഗത്തിൻ്റെ അപേക്ഷ കൂടി വാക്കാൽ തള്ളാതെ കണ്ട് ഞാൻ നടത്തും ചെയ്തു.
അപ്പോഴും ഭഗവാൻ കൃപാകടാക്ഷം ചൊരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സവിധത്തിൽ ധനാശ എക്സ്പ്രസ് ചെയ്യാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അവിടുന്ന് വേഗം പോന്നു. വൈദർഭിയോട് യാത്ര പറയാനും കൂടി നിന്നില്ല. വിവരം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഈ കുചേലഗതി എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തും മനസ്സിലാക്കിയിട്ടുണ്ട്? ലക്ഷ്മി ദേവീനെ അവഗണിച്ചുകൊണ്ട് വരാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടായോ? അതില്ലാത്തത് കൊണ്ടല്ലേ രുക്മിണീനെ വേഷം കെട്ടിച്ച് നിങ്ങൾ കല്യാണം കഴിപ്പിക്കുന്നത്? അതിന് നമ്മളായോ? സാക്ഷാൽ മഹാലക്ഷ്മിയുടെ വിവാഹം നടത്താൻ നമ്മളായോ? ഇല്ല, ആയിട്ടില്ല. അപ്പം പിന്നെ കുചേലഗതിക്ക് എവിടെ പ്രസക്തി? ഇതൊക്കെയാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞത്? കൃഷ്ണാനുഗ്രഹം ഈ വണ്ണം ഓർത്തോർത്ത് ആനന്ദ നിർവൃതൻ മഹാദരിദ്രനാം എന്നെ ലക്ഷ്മി വല്ലഭൻ ഇന്നലെ. മഹാദരിദ്രനാം എന്നെ ലക്ഷ്മി വല്ലഭവൻ ഇന്നലെ കെട്ടിപ്പിടിച്ചാൻ ആശ്ചര്യം. ഞാൻ നിർധനായിട്ടും എന്നെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. അത് മതി എനിക്ക്. ധനവാന്മാരെ കെട്ടിപ്പിടിക്കണില്ല. കാരണം അവിടെ ചോദ്യശരങ്ങളായിട്ടാണ് അവർ നിൽക്കുന്നത്. എനിക്ക് അത് വേണം, ഇത് വേണം, ഞാൻ എൻ്റെ തൂക്കത്തിനുള്ള സ്വർണം തരണു, ബാക്കി കാര്യം അതല്ല ഇവിടുത്തെ. ദരിദ്രനായിട്ട് കൂടി ഞാനൊന്നും ചോദിക്കാതെ കണ്ടെന്നെ അദ്ദേഹത്തിൻ്റെ ഹസ്തങ്ങളെ കൊണ്ട് എന്നെ ആലിംഗനം ചെയ്തു. അതുകൊണ്ട് പ്രിയതന്മണി മഞ്ചത്തിൽ ഇരുത്തി നിഖിലേശ്വരൻ, സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വമഭാഗമായിരിക്കുന്ന രുക്മിണി ദേവിയുമായിട്ട് സല്ലപിക്കുന്ന മണിമഞ്ചത്തിൽ എന്നെ പിടിച്ച് ഇരുത്തി. ഞാൻ എന്തു ഭാഗ്യമാണ് ചെയ്തിരുന്നത്? ഇതാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. പ്രിയതൻ മണിമഞ്ചത്തിൽ ഇരുത്തി നിഖിലേശ്വരൻ, എത്രയാം പുണ്യകാരങ്ങൾ അരുളി ചെയ്തതൻ പ്രഭു. എനിക്ക് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതായ ഗുരുകുല വിദ്യാഭ്യാസ കാലത്തെ ഓരോരോ കാര്യങ്ങളും അയവറക്കി എന്നെ ആനന്ദ തുന്തുല്യനാക്കി ഭഗവാൻ. അങ്ങനെ ഉണ്ടായത്. എത്രയാം പുണ്യകാരങ്ങൾ അരുളി ചെയ്തതൻ പ്രഭു, വിദർഭപുത്രിയെ കൊണ്ട് വീശിച്ചാൻ എത്ര നേരമോ. ഇതൊന്നും പോരാതെ കണ്ട് സാക്ഷാൽ മഹാലക്ഷ്മിയെ കൊണ്ട് എന്നെ എത്ര സമയമാണ് വീശിപ്പിച്ചത്. അതുകൊണ്ട് മഴയത്ത് വിറച്ചും കൊണ്ട് അന്നാൾ ഓതിയ സംഗതി. മഴയത്ത് വിറച്ചും കൊണ്ട് ഞാനും ഭഗവാനും കൂടിയിട്ട് ഒരു മരക്കൊമ്പിലിരിക്കുകയാണ്. വേറൊരു മരക്കൊമ്പിൽ ഏട്ടൻ ബലഭദ്രസ്വാമിയും. മഴയത്ത് വിറച്ചും കൊണ്ട് അന്നാൾ ഓതിയ സംഗതി മറക്കാതോർമ്മ എന്നോട് ഇന്നലെ ചൊല്ലിയില്ലയോ. അന്ന് സംഭവിച്ച ഒരു കാര്യം ഇന്നലെ കൂടി ഓർമ്മിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പം ഞാൻ അദ്ദേഹത്തിനെ മറന്നിട്ടില്ല, അദ്ദേഹം എന്നെ മറന്നിട്ടില്ല, മറക്കുകയുമില്ല എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം എന്താ? എനിക്ക് ആ ദേവദേവേശനെന്തെല്ലാം പരിചര്യയാം. അദ്ദേഹം എന്തൊക്കെ എന്നെ ചെയ്തത്? വന്നു, ഓടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു, എന്നെ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ചപ്രമഞ്ചത്തിൽ ഇരുത്തി. പിന്നെയോ താഴത്തിരുന്ന് എൻ്റെ പാദപൂജ ചെയ്തു. സ്വർണപാത്രത്തിൽ വെള്ളം ഒഴിപ്പിച്ചു രുക്മിണീനെ കൊണ്ട്. ഭഗവാൻ എൻ്റെ പാദപ്രക്ഷാളനം ചെയ്തു, തുടച്ചു, കളഭം ചാർത്തി, കുങ്കുമം പൊട്ടിട്ടു, തുളസി കൊണ്ട് എന്നെ ആരാധിച്ചു. ആ തീർത്ഥജലം ഭഗവാൻ തൻ്റെ മൂർധാവിൽ തളിച്ചു, മഹാലക്ഷ്മിയുടെ മൂർധാവിൽ തളിച്ചു. അവിടെ കൂടിയിട്ടുള്ള എല്ലാ തൻ്റെ പട്ടമഹിഷിമാർ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ അത് സ്വയം ശിരസിൽ പ്രോജ്വലം ചെയ്യിപ്പിച്ചു, തളിപ്പിച്ചു.
അതുകൊണ്ടാണ് എനിക്ക് ആ ദേവദേവേശൻ എന്തെല്ലാം പരിചര്യാം ചെയ്തത് അത്യത്ഭുതം. ഭക്തൻ ഈശ്വരൻ എന്ന മാതിരി പുത്തൻ കസവണി പൂമ്പട്ടണിയിച്ചും. ദരിദ്രനായ എന്നെ അദ്ദേഹത്തിൻ്റെ കസവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുത്തൻ, അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. പുത്തൻ കസവണി പൂമ്പട്ടണിയിച്ചും തലോടിയും, എന്നെ തലോടിയിട്ടും കളഭം പൂശിയും പൊട്ടുതൊടിയിച്ചും മറ്റും എൻ പ്രഭു സർവൈശ്വര്യങ്ങളും മഞ്ഞിലുളവാകുവദേവനും. അത് മതി, സർവ ഐശ്വര്യവും എനിക്ക് വന്നു ചേരാൻ ഇത് മതി. സർവൈശ്വര്യങ്ങളും മഞ്ഞിൽ ഉളവാകുവദേവനും ആർത്തൻ തൃപ്പാദം അർച്ചിച്ചാണ് ആ മലർപ്പൻ മനോഹരൻ, മഹാലക്ഷ്മിയുടെ മനോഹരനായിരിക്കുന്ന ഭർത്താവ്. ധനം നൽകാഞ്ഞതും അതിച്ചെന്നെത്തീരെ മറന്നുപോം. ധനം നൽകാഞ്ഞതും ചെന്നെത്തീരെ മറന്നുപോം. ധനം നൽകാത്തത് മതം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ മറക്കും എന്നുള്ള ശങ്ക കൊണ്ടാണെന്നാണ്. എനിക്ക് ധനം വന്നാൽ അച്യുതനെ ഞാൻ മറക്കുമോ? മറക്കില്ല. പക്ഷെ മറക്കും എന്ന് ആലോചിക്കാം, അദ്ദേഹത്തിന് ആലോചിക്കാം. ധനം നൽകാഞ്ഞതും അത് ചെന്നെ തീരെ മറന്നുപോം എന്നോർത്തു മാത്രമാണ് എൻ്റെ കരുണാമൂർത്തി കേശവൻ. അപ്പോൾ ജീവിച്ചു പോകാനുള്ള ധനമേ നമുക്ക് പാടുള്ളൂ. അതിൽ കൂടുതൽ ധനം വന്നാൽ നമ്മൾക്ക് കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ വരും. അതുകൊണ്ട് അപ്പോൾ പറഞ്ഞു, എന്നോർത്തു മാത്രമാണ് എൻ്റെ കരുണാമൂർത്തി കേശവൻ. അല്ലലെനിക്ക് ഇതാണെന്നും എത്രയോ വലുതാം ധനം. അല്ലലെനിക്ക് ഇതാണെന്ന് എത്രയോ വലുതാം ധനം. കടാക്ഷമെന്നിലെപ്പോഴും ഉണ്ടെന്നരുളിയില്ലയോ. എനിക്കെന്തിനാ ധനം? ഞാൻ ധനം സമ്പാദിക്കാതെ കണ്ട് തന്നെ എൻ്റെ ശുദ്ധ മനസ്സുകൊണ്ട് സദാസേവ്യ ഭാഗവതം എന്ന പോലെ എൻ്റെ ഓരോ ശ്വാസനിശ്വാസത്തിലും ഭഗവാനെ എൻ്റെ ഹൃദയകമലത്തിൽ വെച്ച് ആരാധിക്കുന്ന എന്നെ അദ്ദേഹം കരുണയോടുകൂടി തൃക്കൺ പാർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തൃക്കൺ പാർത്തുകൊണ്ടിരുന്നോളാം, തനിക്ക് യാതൊരു വേവലാതിയും വേണ്ട എന്ന് പറഞ്ഞില്ലേ? അതിനേക്കാൾ വലുതായിട്ട് എനിക്ക് എന്താ വേണ്ടത്? കടാക്ഷം എന്നിലെപ്പോഴും ഉണ്ടെന്നരുളിയില്ലയോ. എനിക്ക് ഇതിൽ പരം ലാഭം എന്തുണ്ടെനി ലഭിക്കുവാൻ. ഇഹത്തിലും പരത്തിലും ഞാൻ തന്നെ കടാക്ഷിച്ചു കൊണ്ടിരുന്നോളാം എന്നൊരു ഗ്യാരണ്ടി എഗ്രിമെൻ്റ് സൈൻ ചെയ്തുല്ലോ ഭഗവാൻ എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ട്. അതിനേക്കാൾ എനിക്ക് എന്ത് ലാഭമാണ് വേണ്ടത് ജീവിതത്തിൽ? എനിക്ക് ഇതിൽ പരം ലാഭം എന്തുണ്ടിനി ലഭിക്കുവാൻ. ഈ വണ്ണം ഓർത്തുകൊണ്ട് ഉച്ചതിരിഞ്ഞളവിൽ അന്തണനണഞ്ഞു തൻ ഗൃഹം. അപ്പോൾ കാലത്ത് അവിടുന്ന് ഉപ്പുമാവും കാപ്പിയൊക്കെ കുടിച്ചിട്ട് പറഞ്ഞയച്ചു ഭഗവാൻ. ഉച്ചയാകുമ്പോഴേക്കും അതായത് വീട്ടിലെത്തി. അണഞ്ഞു തൻ ഗൃഹം കാൺമീല എങ്ങെങ്ങും പരമാത്ഭുതം. വന്ന വഴി കൂടെ ഇവിടെ വന്നിട്ട് തൻ്റെ വീടിൻ്റെ അവിടെ എത്തി. പക്ഷെ തൻ്റെ വീട് ഏതാണെന്ന് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അണഞ്ഞു തൻ ഗൃഹം കാൺമീല എങ്ങെങ്ങും പരമാത്ഭുതം. ഉയർന്ന മണിസൗധങ്ങൾ നിറഞ്ഞൊട്ടേറെ ഭംഗിയിൽ. അപ്പം എൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് ഉയർന്ന മണിസൗധങ്ങൾ നിറഞ്ഞൊട്ടേറെ ഭംഗിയിൽ. ഉദ്യാനങ്ങൾ, മതിൽക്കെട്ട്, ഗോപുരങ്ങൾ, തൊഴുത്തുകൾ, തെളിഞ്ഞു നില കാണുന്ന വലുതായ ജലാശയം, വലിയ വലിയ താമരപ്പൊയ്കകൾ അവിടെ ഇവിടെയൊക്കെ. ചമഞ്ഞ് അലങ്കരിച്ചുള്ളോരെങ്ങും വിലസും മാവിധം. അനേകം ദാസന്മാര്, പാറാവുകാര്, എവിടെ നോക്കിയാലും രുക്മിണിയുടെ ഗൃഹത്തിലില്ലാത്ത അത്ര സൗകര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ചമഞ്ഞ് അലങ്കരിച്ചുള്ളോരെങ്ങും വിലസും മാവിധം. പുതുതായത്രയും മിന്നും പുരം കണ്ടു മഹീസുരൻ ബ്രാഹ്മണശ്രേഷ്ഠൻ. അരയാൽ തറയുണ്ടതേ നിലയ്ക്കവിടം ചെറ്റുപരിഭ്രമിച്ചുടൻ. അപ്പം തൻ്റെ കുടിലിൻ്റെ മുന്നിൽ ഒരു അരയാൽ തറയുണ്ട്. അതിന് ഊനം തട്ടിയിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട്.
അപ്പോൾ തൻ്റെ ഗൃഹം ഇരിക്കുന്ന സ്ഥലത്താണ് കൊട്ടാര സൗധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് താമരപ്പൊയ്കൾ, അവിടെയാണ് ദാസീദാസന്മാർ, കാവലാളുകൾ. അപ്പോൾ അറിയാത്തറയുണ്ട് അതേ നിലയ്ക്കവിടം ചെറ്റുപരിഭ്രമിച്ചുടൻ സരസീരുഹ നേത്രനെ സ്മരിച്ചൊരു തെല്ലിങ്ങനെ നിന്നു ഭാഗ്യവാൻ. താൻ ഇന്ന് കാലത്ത് കണ്ട് യാത്ര പറഞ്ഞിട്ടുള്ള ആ മഹായോഗീശ്വരനെ, യോഗീശ്വരന്മാരുടെയും ഇന്ദ്രനായിരിക്കുന്ന ആ കേശവനെ, ഈ ഭൂലോകത്തിൻ്റെ നിയന്താവും നിയന്ത്രിതാവുമായിരിക്കുന്ന ആ ജഗദീശ്വരനെ ഒന്ന് സ്മരിച്ചു. ഓഹോ, ഇത് അങ്ങയുടെ വിദ്യയാണല്ലേ, മതി, സന്തോഷമായി. സരസീരുഹനേത്രനെ സ്മരിച്ചൊരു തെല്ലങ്ങനെ നിന്നു ഭാഗ്യവാൻ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ചതുർനവത്യാധികശതതമഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെ എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ, കരുണാകടാക്ഷങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്നും എല്ലാവരുടെയും ഭക്തിനിർഭരമായിട്ടുള്ള പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുമായിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.